പോലീസ് പലതും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കെന്താണ് ഇതുകൊണ്ട് ലാഭം? ഒരു ഉറുമ്പിനെ പോലും ശത്രുവാക്കാത്ത തമ്പുരാനെയും തമ്പുരാട്ടിയും ആരെന്തിനു വേണ്ടി കൊല്ലണം? ആ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവൂന്ന് അറിയാവുന്നതുകൊണ്ടാണ് കൊലയാളി ഇത്ര കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്. കൊട്ടാരത്തിലുള്ളവരെ ചിന്നൂനറിയാന്ന് പുറത്തറിയണ്ട. അത് തമ്പുരാട്ടി, എന്റെ അച്ഛനാ ശിവദാസൻ എന്ന് രമാമ്മയോട് അറിഞ്ഞു. ഓ, അങ്ങനെയാണോ? ഏതായാലും ചിന്നു വിഷമിക്കണ്ട. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. മോള് പൊയ്ക്കോ. പൊയ്ക്കോ. മരിക്കൂടിനുള്ളിൽ പാടും മാടും പ്രാവി കൺമണി കാണാൻ വായോ. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? താനേ ഇപ്പൊ പഴയ മൂളിപ്പാട്ട് ഒന്നുകൂടി മൂളിക്ക്. പാട്ടോ? ആ പാട്ട്. താനിപ്പോ മൂളി നടന്ന ആ പാട്ട് ഒന്നുകൂടി മൂളാൻ. സൗകര്യമില്ല. എന്നിട്ട് വേണം തനിക്ക് എന്നെ കളിയാക്കാൻ. അല്ലെങ്കിൽ തന്നെ സംഗതികളൊന്നും ഇല്ലെങ്കിലും താൻ ഇത്തിരി പാടുന്നൊരു വിചാരം തനിക്കുണ്ട്. താനെന്താ പറഞ്ഞേ? എന്റെ പാട്ടിൽ സംഗതികൾ ഇല്ലെന്നോ? തന്റെ പാട്ടിലൊന്നല്ല, തന്റെ കയ്യിൽ പോലും ഒരു സംഗതികളും ഇല്ല. അയ്യേ, ഈ പെണ്ണിനെന്തൊക്കെയാ പറയുന്നേ? എടോ, തനിക്ക് പുറത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു ജോലിയുണ്ടോ? സ്വന്തമായിട്ടൊരു വീടുണ്ടോ? ഒരു കാറോ ബൈക്കോ ഉണ്ടോ? പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിളെങ്കിലും ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടോ? അതെല്ലാം പോട്ടെ, ഒരു ATM കാർഡെങ്കിലും ഉണ്ടോ? ഈ സംഗതികളുടെയൊക്കെ കാര്യമാ ഞാൻ പറഞ്ഞത്. ഓ, അതായിരുന്നു സംഗതി. ഞാൻ വിചാരിച്ചു. വാശളൻ. താൻ പലതും വിചാരിക്കും, എനിക്കറിയാം. അയ്യോ, തന്നെ പോലുള്ളവരെ കണ്ടാ മതി മാനം പോവും. ഞാൻ പോന്നു. കുട്ടി, ഞാൻ അത്രക്കാരനല്ല. ഓ, ഇന്ന് തനിക്ക് പുതിയ രക്ഷകയൊക്കെ കിട്ടിയല്ലോ, അതിന്റെ അഹങ്കാരമായിരിക്കും ഇത്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നെ കൂട്ടിക്കോ. ഇയാൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഈ ചിന്നൂന് ഇയാള് മാത്രമേ ഉള്ളൂന്നോ? എടോ, അന്ന് അച്ഛനെ രക്ഷിച്ച ഒരു ഭഗവാനുണ്ടല്ലോ. ആ ഭഗവാൻ. ആളിനെ ഞാൻ കണ്ടു. നല്ല സുന്ദരക്കുട്ടൻ. തന്നെ പോലെയൊന്നുമല്ല. ആ സംസാരവും ചിരിയും ഒക്കെ കാണാൻ എന്ത് രസാണെന്നറിയോ? ആളുടെ സംസാരത്തിലും നോട്ടത്തിലൊക്കെ എന്നോട് എന്തോ ഒരു ഇതുണ്ട്. ഇതെന്ന് പറഞ്ഞ ഇത് ഇതെന്ന് പറഞ്ഞ ഇതെന്ന് പറഞ്ഞ ഇത് തന്നെ. ഹാ, എന്നാ പിന്നെ ആളുമില്ല കഞ്ചാവുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആ പാവത്തിന് കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഒരു മരപ്പോറക്കിനെ കണ്ട് ഇഷ്ടപ്പെടൂ? താൻ ഒരിക്കലും നന്നാവില്ലടോ. തോനെ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് ഞാൻ വക്കീൽ പരീക്ഷ പാസ്സാവും. താൻ കോപ്പിയടിച്ച് ജയിച്ച പോലെയല്ല, പഠിച്ച് ജയിക്കും. എന്നിട്ട് കേസ് വാദിക്കാൻ പോവല്ല, മജിസ്ട്രേറ്റ് ആവും. മജിസ്ട്രേറ്റ്. എന്നിട്ട് എന്റെ ഭഗവാനെ പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ശബ്ദം ഉയർത്തും. അപ്പോഴും താൻ ഇങ്ങനെ എന്നെ വളയവും പിടിച്ചോണ്ട് നടക്കും. ഓ ശരി, സമ്മതിച്ചു. എന്നാ ഗുഡ് നൈറ്റ് ഡ്രൈവറെ. ഹേ, എന്നാ പോയാട്ടെ മജിസ്ട്രേറ്റ്. നിന്നെ അയ്യോ. അവിടെ ഒരു വൈദേഹി തമ്പുരാട്ടി എത്തിയിട്ടുണ്ടോ? കൊട്ടാരത്തിലെ ഇളയ തമ്പുരാട്ടി. അത് പറയാനാ ഞാൻ വിളിച്ചത്. സ്വന്തം സഹോദരിയും ഭർത്താവും മരണപ്പെട്ടിട്ടും സംസ്കാര ചടങ്ങിൽ വരെ പങ്കെടുക്കാത്ത ഒരു ഇളയ തമ്പുരാട്ടി എന്ന് പറഞ്ഞു വന്നാൽ അതിന്റെ പൊരുൾ ലക്ഷ്യം അറിയണം. ശരി ശരി ചേച്ചി. പോലീസ് പലതും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കെന്താണ് ഇതുകൊണ്ട് ലാഭം? ഒരു ഉറുമ്പിനെ പോലും ശത്രുവാക്കാത്ത തമ്പുരാനെയും തമ്പുരാട്ടിയും ആരെന്തിനു വേണ്ടി കൊല്ലണം? ആ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവൂന്ന് അറിയാവുന്നതുകൊണ്ടാണ്
കൊലയാളി ഇത്ര കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്? പൂജയ്ക്കിടെ ആളുകളുടെ മുന്നിൽ വെച്ച് തമ്പുരാനും തമ്പുരാട്ടിയും തീപ്പൊള്ളലേറ്റു മരിക്കുമ്പോ അത് വെറും ഒരു ആകസ്മിക മരണം മാത്രം. അങ്ങനെയാണെങ്കിൽ ഒരു ഡമ്മി പ്രതിയെ കൊണ്ടുവന്ന് എന്തിനാ? അതൊരു പക്ഷേ മണിമാലയുടെ ശ്രദ്ധ മാറ്റിവിടാനായിക്കൂടെ? ഇവിടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത രാജാവിനെ കൊന്നതല്ലല്ലോ. അപ്പോ കൊലയാളിക്ക് എന്തായാലും വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ടാവും. എന്തായാലും ഇളയ തമ്പുരാട്ടിയുടെ ഇങ്ങനൊരു വരവ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്റെ അമ്മേ, ഇതൊന്നും നോക്കിയിട്ട് ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. ആ ഡ്രൈവർ കോന്തിന് ഇതൊക്കെ എങ്ങനെ പഠിച്ച് ജയിച്ചു എന്തോ. ആ, അമ്മേ പതുക്കെ, തല നോന്നു. ദേ, ഒരുപാട് നിയമങ്ങളും വകുപ്പുകളും ഒക്കെ പഠിച്ചു വെക്കാനുള്ള തലയാ. വലിച്ചു പിടിച്ച് നശിപ്പിക്കല്ലേ. ചന്ദ്രാമ്മയോ? എന്താ ചന്ദ്രാമ്മ ഈ രാത്രിയില്? അതോ, അത് ചന്ദ്രാമ്മയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോ ഈ ചിന്നുനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഹാ, LLBക്ക് അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിയോ? ഇല്ല, പക്ഷേ നമ്മൾ നേരത്തെ ഇല്ല എന്ന് വായിച്ചു വെച്ചിരിക്കണമല്ലോ. ഭാഗ്യത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ചിന്നു, ഇത് നിയമ പഠനമാണ്. ക്ലാസ്സിന് പോയി തുടങ്ങുമ്പോഴേ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ ഇങ്ങനെ എടുത്ത് വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ, ചന്ദ്രമ്മ ആഹാരം കഴിച്ചോ? ചിന്നുന് കോളടിച്ചല്ലോ. എന്ത് കോളടിച്ചെന്ന്? അല്ല, ഇളയ തമ്പുരാട്ടിക്ക് ചിന്നുനെ ഒത്തിരി ഇഷ്ടപ്പെട്ടതുപോലെ ഉണ്ടായിരുന്നു. വൈദേഹി തമ്പുരാട്ടിക്കോ? ആ, അതെ. തമ്പുരാട്ടിക്ക് ഇവിടുത്തെ രമാ മേഡത്തെ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. രമ മേഡത്തെ അത്രയ്ക്കങ്ങ് ബോധിച്ചിട്ടില്ല. ചിന്നുനെ വൈദേഹി തമ്പുരാട്ടി ചേർത്ത് പിടിച്ച് ഒത്തിരി ഇഷ്ടത്തോടെ സംസാരിച്ചപ്പോ എന്റെ മനസ്സങ്ങ് നിറഞ്ഞു. എന്തോ വലിയ പരിചയമുള്ളതുപോലെയാ തമ്പുരാട്ടി ചിന്നുനോട് പെരുമാറിയത്. വൈദേഹി തമ്പുരാട്ടി വലിയ നർത്തകിയും ചിത്രകാരിയും ഒക്കെയാ. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് 2 പ്രാവശ്യം കലാതിലകമായിരുന്നു. അല്ല, ചിന്നുന് ഇതൊക്കെ എങ്ങനെ അറിയാം? സോഷ്യൽ മീഡിയയിൽ കണ്ടതാ. ഓ, അങ്ങനെയാണോ? ഞാൻ കരുതി ഈ വൈദേഹി തമ്പുരാട്ടിയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. ഇല്ല. ശരി ചിന്നു.